ആലപ്പുഴ ചേർത്തലയിലെ നവജാത ശിശുവിന്റെ മരണത്തിൽ 3 പേർ റിമാൻഡിൽ. കുഞ്ഞിന്റെ അമ്മ, അമ്മയുടെ ആൺ സുഹൃത്ത്, മൃതദേഹം മറവ് ചെയ്യാൻ സഹായിച്ച തോമസ് ജോസഫ് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു. വിവരങ്ങൾ നൽകാൻ ഷൈജു ചേരും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ വരുന്നത്. 3 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് റിമാൻഡിലായിരിക്കുന്നത്. കുഞ്ഞിന്റെ അമ്മ, കുഞ്ഞിന്റെ അമ്മയുടെ ആൺ സുഹൃത്ത്, കുഞ്ഞിന്റെ മൃതദേഹം മറവ് ചെയ്യാൻ സഹായിച്ച ആൾ എന്നിവരാണ് ഇപ്പോൾ റിമാൻഡിലായിട്ടുള്ളത്. ഷൈജു വിവരങ്ങൾ നൽകാൻ ചേരുന്നു. ഷൈജു, എന്തിനു വേണ്ടിയാണ് ഈ കൃത്യം ചെയ്തത്? പോലീസ് അന്വേഷണത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്? രേഷ്മ, ഇതുമായി ബന്ധപ്പെട്ട് 3 പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അതിൽ 2 പേരെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതിൽ ഈ യുവതിയാണ് ഒരാൾ. ഇപ്പോഴും ചികിത്സയിലാണ് ആശുപത്രിയിൽ. പോലീസ് കാവലിൽ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. മറ്റൊന്ന് സുഹൃത്തും, അതോടൊപ്പം തന്നെ സുഹൃത്തിന്റെ മറ്റൊരു സുഹൃത്തും, അതായത് ഈ മൃതദേഹം മറവ് ചെയ്യാൻ സഹായിച്ചയാൾ, അദ്ദേഹത്തെയും റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇവരെ ചോദ്യം ചെയ്യൽ, അതായത് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക എന്നതിലേക്കാണ് ഇനി പോലീസ് കടക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇവരെ കോടതിയിൽ ഹാജരാക്കുന്നവരെയും വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്നും അറിയേണ്ടുന്ന 2-3 കാര്യങ്ങളാണ്. ഇവർ കൊന്നിട്ടില്ലെങ്കിൽ ഈ സ്വാഭാവികമായും പ്രസവത്തോടുകൂടി മരണപ്പെട്ടതാണ് എങ്കിൽ എന്തിന് ഈ മരണം മറച്ചുവെച്ചു എന്നാണ് പോലീസ് അന്വേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരിക എന്നത് ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ത് പറയുന്നു എന്നനുസരിച്ചാണ് ഇത് കൊലപാതകമാണോ അതല്ല പ്രസവത്തോടു കൂടിയുള്ള മരണമാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയും. അതിലേക്കാണ് പോലീസ് കടക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് പോകുന്നത്. ഈ നവജാത ശിശുവിനെ കൊല്ലാനുണ്ടായ, അതിന് പ്രേരിപ്പിച്ച ഘടകം എന്നതും കൂടി ഈ കേസിന്റെ ഭാഗമായി ഇവർ അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നെങ്കിൽ മാത്രമേ പോലീസിന് ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയൂ. രേഷ്മ, ശരി.